നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികളെല്ലാം നടാം. ഫ്രണ്ട്സ്, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രീം ക്യാച്ചറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗാർഡനിങ് ഇഷ്ടമുള്ളവരാണ് നമ്മളിൽ പലരും. അതിൽ തന്നെ പുതിയൊരു വിഭാഗമാണ് വെർട്ടിക്കൽ ഗാർഡൻ. ഒരു വെർട്ടിക്കൽ ഗാർഡൻ കേവലം PVC പൈപ്പ് ഉപയോഗിച്ച് എങ്ങനെ വീട്ടിൽ തന്നെ നിർമ്മിച്ചെടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലിട്ട് പോകാം. ഫ്രണ്ട്സ്, നമുക്കിതുണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് 4 ഇഞ്ചിൻ്റെ ഇതുപോലുള്ള ഒരു PVC പൈപ്പ്. ഇതൊരു പഴയ പൈപ്പ് ഇവിടെ കിടന്നേച്ചതാണ്. അതുകൂടാതെ ഒരു ചെറിയ ബോട്ടിൽ, ഒരു ഒഴിഞ്ഞ ബോട്ടിലാണിത്. ഇത് നമുക്ക് ആവശ്യമുണ്ട്. കൂടാതെ ചെറിയൊരു കഷ്ണം വയർ നമ്മളെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പെൻസിൽ. നമുക്ക് ആദ്യമായിട്ട് ഈ ബോട്ടിലിൻ്റെ ചുറ്റളവിൻ്റെ പകുതി ഇതുപോലെ നമുക്ക് അളന്നെടുക്കണം. ഇതുപോലെ വയർ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം. നമ്മൾ ഈ ഒരു ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യും. ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം നമ്മൾ ഈ വയറിൻ്റെ നീളത്തിൽ ഈ പൈപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്ത് ഈ ആക്സോ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് ആ വലുപ്പത്തിന് മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക, കൂടിപ്പോകരുത്. അതുപോലെ മറുവശത്ത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ രണ്ട് വശത്തും കട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ആദ്യം കട്ട് ചെയ്തതിൽ നിന്ന് ഒരു 90 ഡിഗ്രി മാറി നമുക്ക് വീണ്ടും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ ഈ ബോട്ടിലിൻ്റെ നീളം കണക്കാക്കിയാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ അവിടെയും കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഇതുപോലെ താഴോട്ട് മൊത്തം 8 തവണ ചെയ്യേണ്ടതുണ്ട്. നമ്മളത് മുഴുവൻ കട്ട് ചെയ്തിരിക്കുകയാണ് ഫ്രണ്ട്സ്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മുടെ ബോട്ടിൽ കയറ്റി വിടാനായിട്ട് ഇതൊന്ന് ചൂടാക്കി കൊടുക്കണം. നമ്മൾ പേപ്പർ കത്തിച്ചാണ് ഇത് ചൂടാക്കുന്നത്. അതിനായി നമ്മൾ കുറച്ച് പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചുരുട്ടിയെടുക്കണം. ഇനി നമുക്കിതൊന്ന് കത്തിച്ചു കൊടുക്കാം. ഇത് ചെറുതായിട്ട് ചൂടാകേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. ചെറുതായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ ബോട്ടിൽ ഇതുപോലെ കയറ്റി കൊടുക്കണം. കയറ്റി അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഗ്യാപ്പ് വരും. എന്നിട്ട് ഒരു അല്പനേരം ഹോൾഡ് ചെയ്യണം. ഇതുപോലെ അല്പനേരം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഊരിയെടുക്കാം. നിങ്ങൾക്ക് കാണാം ഫ്രണ്ട്സ്, ആ ബോട്ടിൽ കയറ്റിയ അത്രയും നമുക്കൊരു ഗ്യാപ്പ് വീണിരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് എല്ലാ വശത്തും ചെയ്തു കൊടുക്കാം.
ഫ്രണ്ട്സ്, നമ്മളത് മുഴുവനായും ഹോളിട്ടെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം, നമ്മളിത് കംപ്ലീറ്റ് ചെയ്യാത്തതിൻ്റെ കാരണം ഈ ഭാഗം നമുക്ക് താഴോട്ട് പോകേണ്ടതുണ്ട്. മണ്ണിലേക്ക് കുഴിച്ച് വെക്കാനുള്ളതാണത്. ഇനി നമുക്കിതൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കാം. ഫ്രണ്ട്സ്, നമ്മളത് പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് മണൽ നിറച്ച് കൊടുക്കാം. ഫ്രണ്ട്സ്, നമ്മൾ മണൽ നിറച്ച് ചെടിയൊക്കെ നട്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഓൾറെഡി പൂത്തു നിൽക്കുന്ന ചെടികളാണ് നട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികളെല്ലാം നടാം. നമുക്ക് കടകളിൽ നിന്ന് മനോഹരമായ ചെടികൾ വാങ്ങിക്കാൻ ലഭിക്കും. അതും നടാവുന്നതാണ്. ഫ്രണ്ട്സ്, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതിനകത്ത് മണൽ നിറയ്ക്കുമ്പോൾ ഒരല്പം ചകിരി ഇടയ്ക്ക് വെച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ ഈ മണൽ ഒഴുകിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്തും വിടുക. ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിടുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ, ദിസ് ഈസ് ബിൻസിലാൽ സൈനിങ് ഓഫ്.